നമസ്കാരം സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും ഏറെ സങ്കടത്തോടെ കാണുന്ന ഒന്നാണ് പ്രിയതാരം രേണുവിൻ്റെ ആരോഗ്യസ്ഥിതി. രേണു തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചും പങ്കുവച്ചപ്പോൾ വലിയ പ്രാർത്ഥനയോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. എന്നാൽ ഇതിനിടയിൽ പ്രേക്ഷകരെയും ആരാധകരെയും ഒരുപോലെ അസ്വസ്ഥമാക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ അവസ്ഥയിൽ പോലും കിച്ചു എന്തുകൊണ്ട് രേണുവിനെ കാണാൻ വന്നില്ല? അവർക്കിടയിൽ ഇത്രയും നല്ലൊരു സൗഹൃദം ഉണ്ടായിട്ടും കിച്ചുവിൻ്റെ ഈ മൗനത്തിൻ്റെ പിന്നിലെ കാരണമെന്ത്? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ എത്രത്തോളം സത്യമുണ്ട്? നമുക്ക് ഇതൊന്ന് വിശദമായി പരിശോധിക്കാം. നമുക്കറിയാം, കിച്ചുവും രേണുവും തമ്മിലുള്ള കോംബോ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം തരംഗമായിരുന്നു എന്ന്. പരസ്പരം താങ്ങും തണലുമായി പ്രേക്ഷകർക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി നൽകിയിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു അവർ. അവരുടെ കെമിസ്ട്രിയും പരസ്പര ബഹുമാനവും കണ്ട് ഒരുപാട് പേർ അവരുടെ സൗഹൃദത്തെ മാതൃകയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രേണു ഇങ്ങനെയൊരു കഠിനമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കിച്ചുവിൻ്റെ സാന്നിധ്യം ആരാധകർ ഇത്രയധികം ആഗ്രഹിക്കുന്നത്. എവിടെ കിച്ചു? എന്തുകൊണ്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ആരാധകരിൽ നിന്നും ഉയരുന്നത് ആ പഴയ സ്നേഹം കണ്ടതുകൊണ്ടാണ്. നമുക്കറിയാം, രോഗം എന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒന്നാണ്. എന്നാൽ രേണുവിനെ പോലെ എപ്പോഴും ചിരിച്ചു മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ശാരീരികമായി ഇത്രയും തളർന്നു പോയത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. വലിയ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് രേണു ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് സാമ്പത്തികമായ പിന്തുണയേക്കാൾ, അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും ഒരാൾക്ക് ആവശ്യം പ്രിയപ്പെട്ടവരുടെ കൂടെയിരിപ്പും ആശ്വാസവാക്കുകളുമാണ്. അത് രേണുവിന് കിട്ടുന്നുണ്ടാകാം, പക്ഷേ കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടായിരിക്കാം കിച്ചു വരാത്തത്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ അവർ ശത്രുക്കളായത് കൊണ്ടാണോ? അതോ ഇതിന് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടോ? നമുക്കറിയാം, കിച്ചു ഇപ്പോൾ തൻ്റെ പുതിയ പ്രൊജക്റ്റുകളുടെയും ഷൂട്ടിങ്ങിൻ്റെയും തിരക്കിലാണ്. പലപ്പോഴും ഔട്ട്ഡോർ ഷൂട്ടിങ്ങുകളോ ദൂരയാത്രകളോ ഉള്ളപ്പോൾ വിചാരിച്ച സമയത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. തൻ്റെ ജോലിപരമായ ഉത്തരവാദിത്തങ്ങൾ കാരണം വരാൻ കഴിയാത്ത സാഹചര്യമായേക്കാം. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, കിച്ചു ഒരു പക്ഷേ നേരിട്ട് വന്നിട്ടില്ലെങ്കിലും രേണുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു രീതികളിൽ പിന്തുണച്ചിട്ടുണ്ടാകാം. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കാണിച്ച് വ്യൂ നേടാൻ കിച്ചു ആഗ്രഹിക്കുന്നുണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ കാണിച്ചാൽ മാത്രമേ ഒരാളോട് മറ്റൊരാളോട് സ്നേഹമുള്ളൂ എന്ന് കരുതുന്നത് തെറ്റാണ്. ഇനി അതല്ല, അവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയോ വന്നിട്ടുണ്ടെങ്കിൽ പോലും രേണുവിൻ്റെ ഈ അവസ്ഥയിൽ കിച്ചു അത് മറന്നു വരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു വാർത്ത കേൾക്കാൻ സാധിച്ചേക്കാം. അതിനിടയിൽ കാണുന്ന മറ്റൊരു സങ്കടകരമായ കാര്യം, കിച്ചുവിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി ചിലർ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പൂർണ്ണമായും അറിയാതെ നമ്മൾ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല. കിച്ചുവിനും അവൻ്റേതായ മാനസികാവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വിഷയത്തെ നെഗറ്റീവാക്കി മാറ്റി ആരെയും സൈബർ അറ്റാക്ക് ചെയ്യരുത്. കാരണം എന്തായാലും നമ്മുടെയെല്ലാം പ്രാർത്ഥന രേണുവിനൊപ്പമാണ്. രേണു എത്രയും പെട്ടെന്ന് ഈ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ. പഴയതുപോലെ ആ ചിരിയോടെ കിച്ചുവും രേണുവും വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നിച്ചിരിക്കുന്നത് കാണാൻ തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കിച്ചു വരാത്തത് നിങ്ങൾ എങ്ങനെ കാണുന്നു? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.